ബിഗ് ബോസ് സീസൺ 7 30 ദിവസം പിന്നിടുമ്പോൾ ഇന്നത്തെ ദിവസം തൊട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ, അനുമോളുടെ കോണ്ടന്റ് കുറഞ്ഞോണ്ടിരിക്കാൻ പോവുകയാണ്. കാരണം വൈൽഡ് കാർഡ് വന്നപ്പോൾ അനുമോൾക്ക് കിട്ടിയ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചതിയായിരുന്നു. അനുമോളുടെ മുഖം മൂടി ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഇനി അഴിഞ്ഞു വീഴാൻ തുടങ്ങുകയാണ്. അനുമോൾ ശരിക്കും ഒറ്റപ്പെടാൻ പോകുന്നത് ഇനിയാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡ്സ്, ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് എനിക്ക് കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. ഞാൻ ലൈവ് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അപ്ഡേറ്റ് തരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഐ എം സോ സോറി. അപ്പോൾ എപ്പിസോഡിലേക്ക് തന്നെ വരാം. എപ്പിസോഡിൽ രാവിലെ തന്നെ ഒരു വലിയ വഴക്ക് അവിടെ അടുക്കളയിൽ ഉണ്ടാകുന്നുണ്ട്. ദോശ 2 എണ്ണം വെച്ച് കൊച്ചു 2 ദോശയായിരുന്നു. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ ഒരു വിഷയത്തിൽ ഏത് സ്റ്റാൻഡാണ് എടുക്കുന്നത്? ഈ 2 ദോശ മതിയോ? ഈ അക്ബർ, ഷാനവാസ് അങ്ങനെയുള്ള പലരും അവിടെ ഉണ്ട്. അപ്പം ഓരോരുത്തരുടെയും ഫിസിക്ക് ഡിഫറെൻ്റ് ആണ്. പൊതുവെ ആണുങ്ങൾ എങ്ങനെ പോയാലും ശരി ഒരു വലിയൊരു ദോശ ഒരു 4ഓ 5ഓ ഒക്കെ കഴിക്കും. സ്ത്രീകൾ ഒരു 3 എണ്ണം ഒക്കെ എങ്കിലും നിൽക്കുമായിരിക്കും. പക്ഷെ അതിവിടെ പറയണ്ട. എങ്കിലും ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ ഈ 2 എണ്ണം മതി, റേഷനാണ് എന്ന് പറഞ്ഞ് അനുമോൾ അവിടെ നടത്തിയ ഒരു ഡ്രാമയുണ്ട്. അതൊരു പക്കാ ഡ്രാമയായിരുന്നു. ഈ ഒരു അനുമോളുടെ ഈ ഒരു രീതിക്ക് ജിഷിൻ ഉൾപ്പെടെ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും മതി എന്ന് പറയാൻ പറ്റത്തില്ല, കൊച്ചു 2 ദോശയാണ്, അതെന്താണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. വേദലക്ഷ്മി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. വേദലക്ഷ്മിയുടെ ഒരു സംസാര സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എടുക്കുന്ന സ്റ്റാൻഡ് പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷെ അത് പോകെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ പ്രീ ജഡ്ജ്മെന്റലായിട്ട് വന്നിട്ടുള്ള ഒരു കുഴപ്പം അവർക്കുണ്ട്. അതായത് ഇവരൊക്കെയാണ് ശരി, ഇവരൊക്കെ തെറ്റാണ് എന്ന് പുറത്തിരുന്ന് കണ്ട് വിലയിരുത്തി അകത്ത് കയറിയതിന്റെ ഒരു കുഴപ്പമുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്നു. ബിഗ് ബോസിൽ ഇതുവരെയുള്ള സീൻസുകളും ഇതുവരെയുള്ള എപ്പിസോഡ്സുകളും കണ്ടപ്പോൾ അനുമോളിനെ കുറച്ചധികം പുറത്ത് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുമോളിന്റെ ആ ഒരു മുഖം കൂടി മാറി തുടങ്ങുന്നത് ഇന്നു മുതലാണ്, അല്ലെങ്കിൽ ഇന്നലെ മുതലാണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റും. ആദിലെ നൂറെ നന്നായിട്ട് അനുമോളോട് തർക്കിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ അല്ലല്ലോ കൊടുത്തോണ്ടിരുന്നത്, ഇന്ന് മാത്രം എന്താ ഇങ്ങനെ പ്രത്യേകത, ഇതെന്ത് 2 എണ്ണം വെച്ച് മാത്രം കൊടുക്കുന്നത്, അതും ചെറിയ ദോശയല്ലായിരുന്നോ? ആദില വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു, ഇത് വീട്ടിൽ കഴിക്കുന്ന കണക്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ കഴിക്കാൻ പറ്റുമെന്ന് കരുതണ്ട, വീട്ടിൽ കഴിക്കുന്ന കണക്ക് പറ്റത്തില്ല, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ ഉള്ളൂ, അത് അത്രയും കൊടുത്ത് പഠിപ്പിച്ചാൽ മതി, ഞാൻ ഇവിടെ എല്ലാവർക്കും ഒരുപാട് കൊടുത്ത് ഞാൻ ശീലിപ്പിച്ചു, അത് ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഡ്രാമ കളിക്കുകയാണ് അനുമോള്. എന്നാൽ അതേസമയം ഈ ആദില ഷാനവാസിനോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഈ അനുമോള് പറയുന്നതെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ കൊടുക്കുന്ന കണക്ക് അല്ലല്ലോ എന്ന്. പക്ഷെ അനുമോളുടെ കാര്യത്തിൽ വരുമ്പോൾ, ഇനി ഞാൻ ഇങ്ങനെയാടി, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഞാൻ വീട്ടിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ എനിക്ക് ഇവിടെ വന്നാൽ എനിക്ക് വിഷമം വരും, എനിക്ക് അങ്ങനെ ഇങ്ങനൊന്നും മനസ്സിൽ വെച്ച് പെരുമാറാനൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എന്നെ ഈ പ്രേക്ഷകർക്കൊക്കെ അറിയാം, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ റിയൽ പേഴ്സണാലിറ്റിയാണ് എന്ന് പറയുന്നത് ആദിലയെടുത്തും നൂറയെടുത്തും ഇത് പറഞ്ഞ് ഒരുപാട് തവണ അനുമോള് സത്യമിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണെന്ന്. ഈവൻ ഞാനും എക്സ്പെക്ട് ചെയ്ത്, ഓക്കെ ഇതൊരു റിയൽ ക്യാരക്ടറാണ്, അനുമോൾ ഇങ്ങനെയാണ് സ്റ്റാർ മാജിക്കിൽ, അനുമോൾ ഇങ്ങനെയാണ് റീൽസിനകത്ത്, അനുമോൾ ഇങ്ങനെയാണ് ഡാൻസിനകത്ത്. പക്ഷേ അനുമോള് ഈ പറയുന്ന ഷോർട്സ് ഇടത്തില്ല, മോഡേൺ ഡ്രസ് ഇടത്തില്ല എന്നൊക്കെ അനുമോള് പറഞ്ഞിട്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇടത്തില്ലെന്നേ പറയുന്നുള്ളൂ. പക്ഷേ കുടുംബ പ്രേക്ഷകർ കാണുന്ന മറ്റ് റീൽസും ഷോർട്സും കാര്യങ്ങളും ഒക്കെ, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഒരു കാര്യത്തിനകത്തും അനുമോൾ ആ പറയുന്ന ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ലല്ലോ. ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ മാത്രം ഇതിവിടെ പറയാനും സാരിയൊക്കെ ഉടുത്ത്, ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു സീരിയൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതലും നാടൻ ഡ്രസ്സ് ഇടുന്നവരെ നായികയായിട്ടും മോഡേൺ ഡ്രസ്സ് ഇടുന്നവരെ വില്ലത്തിയായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് സീരിയൽ പ്രേക്ഷകർ കൺസിഡർ ചെയ്യുന്നതല്ല, സീരിയൽ തന്നെ അങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഇനി അനുമോളുടെ കാര്യത്തിൽ വർക്കൗട്ട് ആകില്ല. കാരണം ആദില കറക്റ്റ് ആയിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് അനുമോള് വീട്ടിൽ എങ്ങനെയാണോ, അനുമോള് റിയൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഒരു സൈഡിൽ പറയുന്നുണ്ട്. എന്നാൽ തിരിച്ച് ദോശ അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും ദോശ കൊടുക്കുമ്പോൾ പറയുന്നത്, ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ, വീട്ടിൽ നിൽക്കുന്ന നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതനുസരിച്ച് നിന്നാൽ മതി. അപ്പോൾ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് ആദില അവിടെ കറക്റ്റായിട്ട് നല്ല വെടിപ്പായിട്ട് ഷാനവാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷാനവാസിനോട് ആദില മാത്രമല്ല, ഷാനവാസിനെ കുറച്ചൊക്കെ സപ്പോർട്ട് ഈ അനുമോളോടുണ്ട്. അത് കാരണം ഷാനവാസ് പറയുന്നത് വളരെ കൊച്ചുനാൾ തൊട്ടേ ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു റീസൺ ആണ്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഷാനവാസക്ക നിങ്ങൾ ഈ ചുമ്മാ അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ എന്ന രീതിയിൽ അക്ബർ പറയുമ്പോൾ ഷാനവാസ് ഇത് പറയുന്നുണ്ട്, ഈ ഒരു കാര്യം. അതായത് എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന കുട്ടിയാണ്, പക്ഷെ ആ നന്ദിയൊന്നും അനുമോൾക്ക് എന്നോട് ഇല്ല കേട്ടോ. അത് സത്യമാണ്. കാരണം അനുമോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നോക്കുന്നുണ്ട്, ക്യൂട്ട്നെസ് ഓവർലോഡ് നോക്കുന്നുണ്ട്, കരച്ചിൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് പറയുന്നതൊക്കെ അനുസരിച്ച് ഞാനാണ് ഇവിടെ എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഓവറോൾ മോഹൻലാൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു ഡ്രാമ
അനിമോളുടെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റ് അനിമോളെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. എന്നാൽ അതിനകത്തുള്ളവര് അനിമോളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. പക്ഷെ ജിസേൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇതേ കണക്കുള്ള പല അലിഗേഷൻസിനെയും സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി അത് ഇന്നത്തെ ദിവസം അത് പറയുന്നുണ്ട്. അന്ന് ഇത് കറക്റ്റായിട്ട് പറഞ്ഞത് നെവിൻ പറയുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഇവിടെ കുക്കറി ഷോ അല്ലല്ലോ, അപ്പൊ അനിമോൾ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കിയാലും അത് സെർവ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു രീതി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അനിമോളെ കാട്ടിയും ഫാർ ബെറ്റർ ജിസേലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിമോളുടെ ഇത്രയും നാളത്തെ അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ച വരെ അനിമോളുടെ പ്രവർത്തികളൊക്കെ അനിമോൾ ഒരു റിയൽ ക്യാരക്ടർ അല്ലേ, അഭിനയിക്കുന്നില്ലല്ലോ, ഫേക്ക് അല്ലല്ലോ, അപ്പം ഒരു മനുഷ്യനാകുമ്പോൾ തെറ്റും ശരിയുമുണ്ട്, അപ്പൊ അതിനകത്തുള്ളതല്ലേ എന്ന് പറഞ്ഞ എനിക്ക് തന്നെ ഇപ്പൊ അനിമോളെ കുറിച്ച് നേർ ഓപ്പോസിറ്റ് പറയേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറയുന്നു, ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓക്കെ, ഷീ ഈസ് വെരി റിയൽ. അത് ആ ഒരു പേഴ്സണാലിറ്റിയാണ്. എല്ലാവരും 100% പോസിറ്റീവ് ആകില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഓരോ ഡേ കഴിയുമ്പോൾ ഇപ്പോൾ ആദില റിയലൈസ് ചെയ്യുന്ന കണക്കാണ് ഞാൻ അനിമോളെ റിയലൈസ് ചെയ്യുന്നത്. ആദില ഇന്ന് ഏറ്റവും ലേറ്റ് നൈറ്റ് ആദിലയും ശൈത്യയും കൂടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതിനകത്ത് ശൈത്യ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ശൈത്യ അവസരത്തിനനുസരിച്ച് മാറ്റി പറയും. ശൈത്യ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിലും ശൈത്യ പറയും ഞാനത് കേട്ടിരുന്നു പോയി എന്ന് പറയുന്നത് കൊണ്ട് ശൈത്യയുടെ ഒരു പോയിന്റ് നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ ആദില കറക്റ്റായിട്ട് അവിടെ ഇവിടെയും കേൾക്കുന്നതെല്ലാം എടുത്തു വെക്കാറുണ്ട്. കറക്റ്റായിട്ട് ആദിലയുടെ പോയിന്റാണ് പറയുന്നത്. ആദില ഫൈനലി പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് അറ്റ്ലീസ്റ്റ് ഞാൻ എത്ര നാൾ നിൽക്കും എന്നറിയത്തില്ല, പക്ഷെ ഇത് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇന്റർവ്യൂലൊക്കെ ചോദിക്കത്തില്ല ഇവിടെ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ചെയ്തതെന്ന്, അപ്പൊ അനിമോളുടെ സാരത്തുമ്പി പിടിച്ചു എന്ന് ഞാൻ പറയേണ്ടി വരുമോ എന്ന് ആദില ചോദിക്കുന്നുണ്ട്. സോ ആദില കുറച്ചുകൂടെ കെയർഫുൾ ആകുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഒരു തിരിച്ചുവരവാണ് ആദില എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് താൻ കൊടുക്കാൻ പോകുന്നത് എന്ന് ആദില പറയുന്നുണ്ട്. അതൊരു വെരി ഗുഡ് മൂവ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരാളെയും, ഈവൻ ജിഷിന് മസ്താനിയും ഒക്കെ വന്നിട്ടുണ്ട്, അവരെയൊക്കെ കണ്ടിട്ടാണ് സത്യത്തിൽ അനിമോൾ ഇപ്പോൾ വീണ്ടും ഒരു റീ എൻട്രി നടത്തിയിരിക്കുന്നത്. കുറച്ചുകൂടെ കോൺഫിഡന്റ് ആക്കി, സ്ട്രോങ് ആക്കി അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ പറഞ്ഞ ജയിൽ ടാസ്കിനകത്ത് വരുമ്പോൾ എഗെയിൻ ജിസേല് വളരെ കൂളായിട്ട് തന്നെ ജിസേൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇത്ര വാശി? അപ്പോൾ ചോദിക്കുന്നത്, അനിമോൾ ചോദിക്കുന്നത് കിച്ചണിലെ കാര്യത്തിലാണോ? കിച്ചണിലെ കാര്യം മാത്രമല്ല, നീ പറയുന്നത് മാത്രം ശരിയെന്നുള്ള രീതിയിൽ നീ എന്തിനാണ് വാശി പിടിക്കുന്നതെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനിമോൾ എഗെയിൻ അവിടെ കിടന്നുകൊണ്ട് വിങ്ങി പൊട്ടി കരയുകയാണ്. കാരണം ഈ കരച്ചിൽ കാണുമ്പോൾ അത് ജിസേൽ തന്നെ പറയുന്നൊരു വാക്കാണ്, ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് കരയുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ പ്രേക്ഷകർ കരുതും നീയാണ് ശരിയെന്ന്. അതല്ലേ നീ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജിസേൽ ചോദിക്കുകയാണ്. ഒട്ടും പ്രൊവോക്ഡ് അല്ലാതെ, പ്രൊവോക്ക് ചെയ്യാത്ത രീതിയിൽ നൈസായിട്ട് ജിസേൽ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിസേൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ജിസേൽ കുറെ കൂടെ എന്താണ് പറയാ, ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. അത് ചിലപ്പോൾ മലയാളം അറിയാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടാണെങ്കിലും ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാനൊക്കെ കഴിയത്തുള്ളൂ. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഓവറോൾ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതലും കോണ്ടന്റ് വന്നിട്ടുള്ളത് ഈ പറയുന്ന പണിപ്പുര ടാസ്ക്, വൈൽഡ് കാർഡ് എൻട്രിക്ക് കിട്ടിയ പണിപ്പുര ടാസ്ക് ആയിരുന്നു. അതിലൊക്കെ അക്ബറാണ് സ്കോർ ചെയ്തത്. അതിനുശേഷം ആ തൊപ്പിയുടെ കേസിൽ അക്ബർ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നടന്ന കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ അനീഷ് ഒന്ന് ഡൗൺ ആകുന്നുണ്ട്. അപ്പോൾ അനിമോളുടെയും ജിസേലിന്റെയും ആദിലയുടെയും ഒക്കെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ക്യാപ്പ് തലയിൽ വെക്കുന്ന ആ ഒരു ടാസ്ക് ആയിരുന്നു. ശരിക്കും അതൊരു ബിഗ് ടാസ്ക് ആണ്. പക്ഷെ ബിഗ് ബോസ് ഈ ഒരു സീസണിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പറയുന്ന ടാസ്കുകളൊന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ്. അതായത് വലിയ 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 വാഗ്ദാനങ്ങളൊക്കെ ബിഗ് ബോസ് നൽകും. അതായത് ഒരാഴ്ച ഫാമിലിക്ക് ഫുൾ ഇവിടെ നിൽക്കാം, ഇങ്ങനെ കിട്ടും. അതായത് മറ്റേ എന്താണ്, നോമിനേഷനിൽ പെടാതെ നിങ്ങൾക്ക് 1 ആഴ്ച 2 ആഴ്ച നിൽക്കാം, നോമിനേഷനിൽ ഒരാളെ നിങ്ങൾക്ക് 2 ആഴ്ച എടുത്തിടാം. ഇങ്ങനെയുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ ബിഗ് ബോസ് നൽകും. പക്ഷേ ഈ പറയുന്ന ടാസ്ക് നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. ആദ്യത്തെ ഒരു ദിവസം കഷ്ടപ്പെടും, പക്ഷെ ബാക്കി 3 ദിവസം, ഇനി മൊത്തത്തിൽ 4 ദിവസമുണ്ട്. ഇതൊരു വീക്ക്ലി ടാസ്ക് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഈ ഒരു ടാസ്ക് ഇതിനകത്ത് പരാജയപ്പെടും. ഇത് ഫിസിക്കൽ അല്ല എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ബുദ്ധിപരമായിട്ട് കളിക്കത്തില്ല എന്നുള്ളത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു ടാസ്കിൽ ആദ്യത്തെ ദിവസം തന്നെ പിടിയും വലിയുമായി രേണുസുതിക്ക് അപകടം പറ്റുന്നുണ്ട്. ഷാനവാസിന്റെ കയ്യിൽ അനീഷ് കടിച്ചു എന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അനീഷ് ആകെ ഡൗൺ ആകുന്നുണ്ട്. അനീഷിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ
അനീഷിന്റെ ടീം എന്ന് പറയുന്നത് സാബുമാനും അപ്പാനിയുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും, അപ്പാനിയും സാബുമാനും കൂടെ ക്യാപ്റ്റൻ ആക്കിയിട്ട് അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷിന് അവിടെ നിന്ന് പുറത്തോട്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സാബുമാനും അപ്പാനിയും അവിടെ തന്നെ ലോക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് അനീഷിനെ ബെഡിനകത്ത് പിടിച്ചിട്ടിട്ട് ഈ പറഞ്ഞ വേദലക്ഷ്മിയും ജിഷിനും കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വേദലക്ഷ്മി കൈ കൊണ്ട് കറക്റ്റ് ആ തൊപ്പിയിൽ പിടിച്ച് വലിച്ചൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനീഷ് ആ തൊപ്പി തലയിൽ തന്നെ ആയിരുന്നു ആദ്യം പിടിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജിഷിൻ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് ആ തൊപ്പി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അപ്പാനി വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ തല പിടിച്ചമർത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലൈവില് മാത്രമാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണാൻ സാധിച്ചത്. ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഷാനവാസ് ഇടപെടുന്നുണ്ട്. ഷാനവാസും അനീഷും കൂടെ പേഴ്സണൽ റിവെഞ്ച് തീർത്തു എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. അത്തരത്തിൽ എന്തോ ഒന്ന് ചെയ്തപ്പോഴത്തേക്ക് കണ്ണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് നല്ല ഒരു ബഹളം അവിടെ നടത്തുന്നുണ്ട്. അതിനുശേഷം ഷാനവാസിന്റെ കൈയൊക്കെ മുറിയുന്നുണ്ട്. കടിച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അത് ആര് കടിച്ചു? അനീഷ് കടിച്ചതാണ് എന്നാണ് പറയുന്നത്. അനീഷ് ഈ ഒരു രീതിയിൽ ഗെയിം കൊണ്ടുപോവാണെങ്കിൽ ഫിസിക്കൽ ടാസ്കുകൾ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ടാസ്കുകളും ഗെയിമുകളും അനീഷ് പിന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനീഷ് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറുന്നുണ്ട്. നല്ലൊരു ചിരിയും കളിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായി മാറുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിലേക്ക് പറ്റിയ ഒരു മെറ്റീരിയൽ ആകാൻ അനീഷിന് ആദ്യത്തെ ഒരാഴ്ച മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഗെയിം ഇങ്ങനെ അനീഷ് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ആ പണിപ്പുര ടാസ്കിലേക്ക് വരാം. പണിപ്പുര ടാസ്ക് ശരിക്കും പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രിക്ക് ഇട്ട് നല്ല 8ന്റെ പണി വീട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ചേർന്ന് കൊടുക്കാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ആദിലയും നൂറയും ഷാനവാസും നമ്മുടെ അനുമോളും ഒക്കെയാണ്. അനുമോളൊക്കെ ആണെങ്കിൽ വെറുതെ അടങ്ങി ഒതുങ്ങിയിരുന്ന് ജിഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നെവിൻ, ജിസേൽ ഇവർ രണ്ടുപേരുമാണ് എസ്പെഷ്യലി ആദ്യം ആ ബുദ്ധി എടുത്തത്. അതായത് ജിസേൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നമുക്ക് പണി കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബസർ അടിച്ചതിന് ശേഷം എല്ലാവരും അതിന് ശേഷമാണ് അതിനകത്തുനിന്ന് ഇറങ്ങിയത്, അല്ലെങ്കിൽ ബസറിന് ശേഷം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് നെവിനോട് ചെവിയിൽ പോയി പറഞ്ഞു കൊടുക്കുന്നത് ബുദ്ധിരാക്ഷസിയായിട്ടുള്ള ജിസേലാണ്. പിന്നെ അതിനുശേഷം അക്ബറും അഭിയും ഏറ്റെടുത്തു. അക്ബറും അഭിയും കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം, ജിഷിൻ അത് കിട്ടരുത്. കാരണം എന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ബോംബ് അത് നമുക്കെതിരെയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ബുദ്ധി ഉപയോഗിച്ച് തന്നെ കളിക്കുകയാണ്. പിന്നെ കയ്യാങ്കളിയിലേക്ക് പോകാതെ ജിഷിനെ ബിഗ് ബോസ് തന്നെ നന്നായിട്ട് തന്നെ നൈസായിട്ട് അങ്ങ് ഒതുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ആണുങ്ങൾ തല്ലുപിടിച്ചത് കണ്ട ആൾക്കാരാണ്. പക്ഷെ ഈ സീസണിൽ പെണ്ണുങ്ങളാണ് അടിയുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സ്റ്റേറ്റ്മെന്റിനെ നല്ല പാടെ തൂത്തെറിയുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അനുമോളുടെയൊക്കെ കോണ്ടന്റ് ഇനി കുറഞ്ഞു വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. കാരണം അനുമോള് ശരിക്കും പറഞ്ഞ ആക്ടിങ് ഇൻ ദ സെൻസ് ആള് എന്താണ് എന്നുള്ളൊരു കാര്യം പ്രേക്ഷകർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ താൻ അങ്ങനെ നിൽക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഞാൻ കുറച്ച് കരച്ചിലൊക്കെ ഇടും എന്ന് പറയിപ്പിക്കുന്നുണ്ട്. ഈവൻ ഞാൻ പോലും ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാളിൽ അനുമോൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന് ആദിലെ അത് കറക്റ്റ് പറയുമ്പോൾ ഞാനും ഒന്ന് ആലോചിച്ചു, ആദിലെ ആ പറഞ്ഞ കണക്കാണ് എനിക്കും തോന്നുന്നത്. ഇനി ആ അനുമോളുടെ സാരിത്തുമ്പി പിടിക്കാൻ ഞാൻ ഉണ്ടാവത്തില്ല, പോയ അവിടെ നിന്ന്. പക്ഷെ അനുമോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലത് എന്ന് തന്നെ ഞാൻ പറയും. ബട്ട് ഗെയിമിന്റെ കാര്യത്തിൽ ഈ പറയുന്ന അനുമോളാണ് സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്നോ അനുമോൾക്ക് കപ്പ് കിട്ടണമെന്നോ ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ചീപ്പായിട്ടുള്ള ഒരു ഡയലോഗ് അവിടെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അനുമോൾക്കാണ്. അനുമോൾ അത് എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളത്, ലാലേട്ടൻ വരുമ്പോൾ ജിസേലിന്റെയും ആര്യന്റെയും കാര്യം എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ ബിഗ് ബോസിന് പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരുടെ ഇടയിൽ, സോഷ്യൽ മീഡിയയുടെ ഇടയിൽ പറയുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാ, നമുക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾ എന്ത് ക്ലിപ്പാ കണ്ടത്? ആ പറയുന്ന ക്ലിപ്പ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ഞാൻ കംപ്ലീറ്റ്ലി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഇപ്പോഴും സ്റ്റിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് കൂടെ നടക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റൊന്നും അല്ല, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്കത് പറയാവുന്നതേ ഉള്ളൂ. അങ്ങനെ പറയാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇന്നലത്തെ ഒരു എപ്പിസോഡിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ജിഷിനും മസ്താനിയും ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തതാണ്. അതായത് നീ ഹിന്ദിയിലൊക്കെ പോയി നീ കാണിക്കുന്നതൊക്കെ അല്ലേ, അത് ഇവിടെയും വന്ന് കാണിക്കുന്നത് എന്തിനാ? നീ അവിടെ ഓൾറെഡി കാണിക്കുന്നതല്ലേ എന്ന് ജയിലിൽ കിടന്നപ്പോൾ പറഞ്ഞൊരു ഡയലോഗാണ്, അനുമോള് പറഞ്ഞ ഡയലോഗാണ് ജിസേലിനെ കുറിച്ച്. അപ്പൊ ഇത്രയും മോശമൊക്കെ തലയിൽ ചിന്തിച്ചു വെച്ച് ഈ പറയുന്ന വൈൽഡ് കാർഡ് പറഞ്ഞു കൊടുത്തത് കേട്ട് സപ്പോർട്ടഡ് ആയിട്ട് ഓക്കെ ഞാനാണ് പുറത്ത് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇന്ന് എപ്പിസോഡ് റിവ്യൂ മാത്രമേ ഉള്ളൂ, ലൈവ് റിപ്പോർട്ടിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.